ഓണം അലവൻസ് എത്ര, ബോണസ് എത്ര, ശമ്പള പരിഷ്കരണത്തിൻ്റെ ഭാവി എന്ത്, കമ്മീഷൻ്റെ ഭാവി എന്ത്, DA എത്ര കൊടുക്കും, ഇങ്ങനെ തുടങ്ങിയ കുറേ അധികം പ്രശ്നങ്ങളുണ്ട് ചർച്ച ചെയ്യാൻ. അതുപോലെ പ്രധാനപ്പെട്ട കാര്യമാണ് PM ശ്രീയിൽ ഇനി എങ്ങോട്ട് മുന്നോട്ടുള്ള യാത്ര എങ്ങനെയാണ്. അതുപോലെ പ്രധാനമാണ് മദ്യനയത്തിൽ എന്ത് ചെയ്യണം. അതിനേക്കാളൊക്കെ പ്രധാനമാണ് 2 മാസമാകുന്നു ഗവൺമെൻറ് വന്നിട്ട്, 5 PSC മെമ്പർമാരെ ഒഴിവ് വന്നു. അതിൽ ആരെ പോസ്റ്റ് ചെയ്യണം, ഓരോ പാർട്ടിക്കും എത്രയാണ് കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം കിട്ടുന്നത്, MD സ്ഥാനം, ചെയർമാൻ സ്ഥാനം, CEO സ്ഥാനം, ഇങ്ങനെ കുറേ സ്ഥാനങ്ങളുണ്ട്. അതുപോലെ സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിലുള്ള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്, ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട്, സാംസ്കാരിക വൈലോപ്പള്ളി സംസ്കൃതി ഭവൻ, അതുപോലെ തന്നെ വടക്കോട്ട് പോയി കഴിഞ്ഞാൽ തൃശ്ശൂർ സാഹിത്യ അക്കാദമി, ഇങ്ങനെ ഒത്തിരി സംവിധാനം, പിന്നെ ചലച്ചിത്ര ക്ഷേമനിധി ബോർഡ്, ഇങ്ങനെ കുറേ സംവിധാനങ്ങളുണ്ട്. ചലച്ചിത്ര അക്കാദമി തന്നെയുണ്ട്. ഇതൊക്കെ ഏത് പാർട്ടിക്കാണ്, ആർക്കാണ് ഇതിൻ്റെ അധ്യക്ഷ പദവി സ്ഥാനം, ചെയർമാൻ അല്ലെങ്കിൽ ഡയറക്ടർ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പൊസിഷൻ ഏത് പാർട്ടിക്കാണ് കൊടുക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് തീരുമാനമുണ്ടാകും. സ്ഥാപനങ്ങളുണ്ട് മിക്കവാറും അതാത് പാർട്ടിയിലുള്ള തന്നെയായിരിക്കും. അതിന് UDF-നകത്ത് വലിയ തീരുമാനം വരാൻ സാധ്യതയില്ല. അതേസമയം കോർപ്പറേഷനെ പോലെയുള്ള സാംസ്കാരിക സ്ഥാപനങ്ങളും കോർപ്പറേഷനുമൊക്കെ ആർക്കായിരിക്കും അതിൻ്റെ സ്ഥാപനങ്ങൾ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയായിരിക്കും. മുസ്ലിം ലീഗിന് കൊടുക്കുന്നത് ലീഗ് കൈകാര്യം ചെയ്യാത്ത വകുപ്പിലുള്ളതായിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയായിരിക്കും. കാരണം അതിനകത്ത് ജാതിയുടെയും മതത്തിൻ്റെയൊക്കെ ഒരു പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയായിരിക്കും. എന്തായാലും ഈ വ്യാഴാഴ്ച UDF-ൻ്റെ യോഗമാണ്. അന്ന് വളരെ കൃത്യമായി ഇതിനകത്തൊക്കെ ഒരു തീരുമാനമുണ്ടാകും. ഞാൻ പറഞ്ഞ പോലെ DA, അതുപോലെ തന്നെ DR, ശമ്പള പരിഷ്കരണം, ലീവ് സറണ്ടർ, മെഡിസെപ്പ് തുടങ്ങി കുറേ അധികം കാര്യങ്ങളുണ്ട്. സർക്കാർ ജീവനക്കാരുടെ കാര്യങ്ങൾ, അതും ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധിയും മദ്യനയവും PM ശ്രീയിൽ ഒപ്പുവയ്ക്കണം വേണ്ടെന്നുള്ള കാര്യവും, അതിലെല്ലാത്തിലുപരി ഞാൻ പറഞ്ഞ പോലെ കോർപ്പറേഷൻ്റെയും ബോർഡുകളുടെയും ചെയർമാൻ സ്ഥാനവും CEO MD സ്ഥാനമുണ്ട്. ഇതെല്ലാം പങ്കുവയ്ക്കുന്ന അല്ലെങ്കിൽ ആർക്കാണെന്ന് ഷെയർ ചെയ്യുന്ന തീരുമാനിക്കുന്ന യോഗം, അതിപ്രധാനമായ UDF-ൻ്റെ യോഗം ക്ലിഫ് ഹൗസിൽ രാവിലെ വിളിച്ചിട്ടുണ്ട്. എല്ലാ ഘടകകക്ഷികളും അതിനകത്ത് പങ്കെടുക്കും. ഘടകകക്ഷി നേതാക്കളായിരിക്കും അതിനകത്ത്. അപ്പോൾ ഇതൊരു ഫോർമുല വരും. ഇതെല്ലാ വർഷവും ഉള്ള, എല്ലാ 5 വർഷം കൂടുമ്പോഴും നടക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ സാധാരണ CPM വരുമ്പോൾ അങ്ങനെ വരാറില്ല. അവരവരുടെ വകുപ്പിൽ തന്നെ ഇതുപോലെ യോഗം ചേർന്ന് ചെയ്യാറില്ല. പക്ഷേ UDF കുറച്ചുകൂടി കോഷ്യസ് ആയിട്ട് യോഗം ചേർന്ന് ഓരോ വകുപ്പും ഓരോ കോർപ്പറേഷനും ആർക്കാണെന്നുള്ള ലിസ്റ്റ് വായിക്കും. കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് ലിസ്റ്റ് വായിക്കുക, മുഖ്യമന്ത്രി ലിസ്റ്റ് വായിക്കുക, ബാക്കി എല്ലാവരും കൈയടിച്ച് പാസ്സാക്കുക, അത്രേ ഉള്ളൂ. പിന്നെ എന്തെങ്കിലും 1-2 തർക്കം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ അത് വരും. PSC മെമ്പർമാർ എത്ര, 5 പേരുണ്ട്. ചിലപ്പോൾ അതിൽ എത്രയാണ് കോൺഗ്രസിന് കിട്ടുമെന്ന് അറിയില്ല. ലീഗിന് ചിലപ്പോൾ ഒരാൾ കാണും, കേരള കോൺഗ്രസിൻ്റെ ഒരാൾ കാണാൻ സാധ്യതയുണ്ട്. 3 എണ്ണം കോൺഗ്രസ് എടുക്കാനുമാണ് സാധ്യത. ഇനി ആർക്കെങ്കിലും CMPക്കോ അതുപോലെ തന്നെ പിന്നെ ഷിബു RSPക്കോ അല്ലെങ്കിൽ പിന്നെ മറ്റേ നമ്മുടെ കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിന്, അനൂപ് ജേക്കബിൻ്റെ പാർട്ടിക്കോ ആരെങ്കിലും കൊടുക്കുമോ നമുക്കറിയത്തില്ല. അതൊന്നുമല്ല, അല്ലാതെ സ്വതന്ത്രമായി സമൂഹത്തിൽ നിൽക്കുന്ന പ്രമുഖരായിട്ടുള്ള ആളുകളെ എടുക്കാം എന്നൊരു കോമൺ തീരുമാനം വരുമോ നമുക്കറിയത്തില്ല. കാരണം PSC ഇപ്പോൾ ആകെ കൺഫ്യൂഷനിലായിട്ടിരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് ഇനി ആരെയാണ് വയ്ക്കുക എന്നറിയില്ല. വളരെ കോമൺ ആയിട്ടുള്ള ആരെങ്കിലും വയ്ക്കണം എന്നൊരു ചിന്ത ചിലപ്പോൾ PSCയിൽ അങ്ങനെ വേണമെന്നൊരു ചിന്ത CM-നും മുഖ്യമന്ത്രി, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധ വയ്ക്കുന്ന ആളെന്നുള്ള നിലയിൽ അങ്ങനെ ഒരു ശ്രദ്ധ വന്നാൽ നമുക്കൊന്നും ചെയ്യാനാകില്ല. എന്തായാലും മുഖ്യമന്ത്രി അങ്ങനെ ഒരു തീരുമാനം പറഞ്ഞാൽ ചിലപ്പോൾ അതായിരിക്കും നടപ്പിലാവുക. എന്തായാലും വളരെ കൃത്യമായ ഒരു സംവിധാനം വ്യാഴാഴ്ച ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രധാനം. വ്യാഴാഴ്ചയോടുകൂടി ഇതിനെല്ലാം ഒരു കൃത്യമായ തീരുമാനമുണ്ടാകുമെന്നാണ് നമ്മളിപ്പോൾ അറിയുന്നത്. UDF-ൻ്റെ യോഗം വ്യാഴാഴ്ച വച്ചിട്ടുണ്ട്. ഘടകകക്ഷികളുടെ വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള, കാരണം 2 മാസമായി ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം പലതും പോസ്റ്റ് ചെയ്യേണ്ട സമയമൊക്കെ ആയിക്കഴിഞ്ഞു. അതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ അത് കഴിഞ്ഞാൽ, അപ്പോൾ എന്തായാലും ഈ മാസം UDF-ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വളരെ താമസിച്ചത്. കാരണം മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ഇത് നേടാൻ ആഗ്രഹമുള്ളവരുടെ ഒരു പരമ്പര തന്നെ കാണും. ലിസ്റ്റ് പലരും ഇപ്പോൾ തന്നെ ബയോഡേറ്റയൊക്കെ കൊടുത്ത് നിൽക്കുകയായിരിക്കും. അപ്പോൾ അതിൽ നിന്നൊന്ന് ഫൈനലൈസ് ചെയ്താൽ മതിയായിരിക്കും. അത് ആരെയാണ് വയ്ക്കുക എന്നറിയില്ല. ഇതിനിടയ്ക്ക് ബ്ലസ്സിയെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിട്ട് ബ്ലസ്സിയുടെ പേര് കേൾക്കുന്നുണ്ട്, സത്യൻ അന്തിക്കാടിൻ്റെ പേര് കേൾക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ
പ്രശ്നമായി മാറിയിട്ടുള്ള ഗവൺമെൻറ് പറയാതെ മാറ്റിയ പ്രേംകുമാറുണ്ട് നടൻ. അങ്ങനെ ഒത്തിരി ആളുകളുണ്ട്. അപ്പോൾ ഈ ഗവൺമെൻറ്റുമായി ചേർന്ന് നിൽക്കുന്ന ഒത്തിരി സാഹിത്യകാരന്മാർ, സാംസ്കാരിക നായകർ, അതുപോലെ തന്നെ പല സ്ഥാപനങ്ങളുടെ ഡയറക്ടർമാർ, ഇങ്ങനെ ഒരു വലിയ സംഘമുണ്ട്. അപ്പം കഴിഞ്ഞ 10 വർഷമായി കോൺഗ്രസ്സിന് വേണ്ടി പണിയെടുക്കുന്ന, കൂടെ നിൽക്കുന്ന, കോൺഗ്രസ്സിന് വേണ്ടി സമ്മേളനങ്ങൾ നടത്തുന്ന, സെമിനാർ നടത്തുന്നൊക്കെ ഒരുപാട് പേരുണ്ട്. ലിസ്റ്റ് തന്നെ കാണും മിക്കവാറും കോൺഗ്രസിൻ്റെ കയ്യിൽ, അതുപോലെ എല്ലാ പാർട്ടികളുടെയും. അത് UDFൻ്റെ യോഗം കഴിയുന്നതോടുകൂടി, വ്യാഴാഴ്ചയോടുകൂടി അതിലൊരു ധാരണ വരും. അടുത്ത ദിവസങ്ങളിൽ, മിക്കവാറും അടുത്ത ആഴ്ചയോടുകൂടി പോസ്റ്റിങ്ങുകളുടെ നടപടികൾ ആരംഭിക്കാനുള്ള എല്ലാ സാധ്യതകളുമാണ് കാണുന്നത്. അപ്പോൾ അതോടുകൂടി ഓണവും വരും. അപ്പോൾ ആഗസ്റ്റ് അടുക്കും. ഇതെല്ലാത്തിനും ഒരു കൃത്യത വരും. എത്രയാണ് ബോണസ്, എത്രയാണ് അലവൻസ്, അതുപോയിട്ട് DA എത്ര കൊടുക്കും, അതുപോലെ തന്നെ ഓണം അഡ്വാൻസ് എത്ര, ഇതിനെയൊക്കെ സംബന്ധിക്കുന്ന കൃത്യമായ വിവരം നമുക്ക് ലഭിക്കും.